നമ്മൾ തെറ്റുകൾ ചെയ്തതുകൊണ്ട് നമുക്ക് തിരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ കാരണം നമുക്ക് വല്ലാതെ കുറ്റബോധം തോന്നുകയും നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നുകയും ചെയ്തിട്ടുണ്ടോ? ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മളെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചതുകൊണ്ട് അള്ളാഹു ഒരിക്കലും നമ്മളെ വെറുക്കുന്നില്ല. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റും, അത് ഒരുപാട് വൈകുന്നതിന് മുൻപേ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും, ഓൾസോ എങ്ങനെ നമുക്ക് തിരികെ അള്ളാഹുവിലേക്ക് നടക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട്. ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് അത് ഷെയ്ത്താൻ്റെ വിസ്പേഴ്സാണ്. ഷെയ്ത്താൻ നമ്മളുടെ മനസ്സുകളിലേക്ക് ഓരോന്ന് ചെയ്യാൻ പറയും. പക്ഷേ നമ്മൾ വേണം, നമ്മളുടെ ആ ഒരു ഈമാൻ്റെ ആ ഒരു പവർ കൊണ്ട് വേണം നമ്മൾ അതിനെ തടയാൻ വേണ്ടിയിട്ട്. ആൻഡ് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളാണ്. നഫ്സ് എന്നുകൂടെ പറയും. അതായത് ഇത് നമ്മളോട് തന്നെ ഉള്ളൊരു യുദ്ധമാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് നമ്മളുടെ തെറ്റായ ആഗ്രഹമാണോ അള്ളാഹുവിനെക്കാട്ടിയും ഏറ്റവും വലുത്? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇന്നിപ്പോൾ ഈ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നാളെ പരലോകത്ത് വെച്ച് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. സോ അന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാണിച്ച് തലകുനിക്കേണ്ടി വരും. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുന്നതിനെക്കാട്ടി നല്ലത് എന്തുകൊണ്ട് നമുക്കിപ്പോഴേ അതിനെ നമുക്ക് തടഞ്ഞുകൂടാ? മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ്. ലൈക്ക് നമ്മളുടെ ഹൃദയം ഈ ഒരു ദുനിയാവിലുള്ള ഓരോ കാര്യങ്ങളിൽ വെച്ച് ഡിസ്ട്രാക്റ്റായി പോകുമ്പോൾ. ഇതൊക്കെ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കതിന് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ഒരു ഡോക്ടർ തൻ്റെ പേഷ്യൻറ്റിന് മരുന്നുകൾ കൊടുക്കുന്നതിന് മുൻപേ അവൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത് പോലെ. ഇതേപോലെ നമ്മളുടെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് ഈസി ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇറ്റ്. സോ എങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റും? സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റത്തെ ടിപ്പാണ്, നമ്മളെല്ലാവരും ഓർമ്മിക്കുക നമ്മൾ ആരിലേക്കാണ് ബിലോങ് ചെയ്യുന്നത് എന്ന്. അവസാനം നമ്മൾ അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഈ ഒരു തെറ്റ് എൻ്റെ ബുക്കിൽ, അതായത് നമ്മൾ അവസാനം ചെയ്തു പോയ എല്ലാ നന്മകളും ചെയ്ത എല്ലാ തെറ്റുകളും മലക്കുകളെ രേഖപ്പെടുത്തുന്ന നമുക്കായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റ് ആ ഒരു പുസ്തകത്തിൽ വേണോ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവസാനം നമ്മൾ ആ ഒരു പുസ്തകവുമായിട്ടാണ് നമ്മുടെ അള്ളാഹുവിനെ ഫേസ് ചെയ്യാൻ നിൽക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ നല്ല കാര്യങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ ശൈത്താന് നമ്മൾ ആ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. സോ നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ ദീനിനെക്കുറിച്ച് പഠിക്കുക, മറ്റുള്ളവരെ സഹായിക്കാം, നമ്മുടെ ഖുർആൻ ഓതൽ, നമ്മളുടെ തജ്വീദ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 3, കീപ് റൈറ്റിയസ് കമ്പനി. നമ്മൾ നല്ല ഫ്രണ്ട്സിനെ നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ ആരോടൊക്കെ നമ്മളുടെ ടൈം, നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുമായിട്ട് അടുപ്പമുള്ള ഫ്രണ്ട്സുകളെ നമ്മൾ ചൂസ് ചെയ്യുക. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ണാടി പോലെയാണ്. അവരെന്താണോ മേ ബി അതുപോലെയൊക്കെ ആയിരിക്കും നമ്മളും ആവുക. ടിപ്പ് നമ്പർ 4, നമ്മൾ മാക്സിമം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ആൻഡ് നമ്മൾ തൗബ ചെയ്യുക.
സി നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും അള്ളാഹുലേക്ക് തിരിച്ചു പോവാതിരിക്കരുത്. ശരിയാണ്, നമ്മൾ ആ തെറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോവാതിരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു കുറ്റബോധം കാരണം അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാതെ വരരുത്. അത് ശൈത്താൻ്റെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ട്രിക്കാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, ഞാൻ എത്രയൊക്കെ തെറ്റ് ചെയ്തില്ലേ, ഇനിയും അള്ളാഹു എന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ അള്ളാഹുവിന് എൻ്റെ അടുത്തുള്ള ആ ഒരു ഇഷ്ടം പോയിട്ടുണ്ടാവോ എന്നുള്ളത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം കുറയുന്നില്ല നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിൻസിയറായിട്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. ടിപ്പ് നമ്പർ 5. ചില സമയത്തൊക്കെ നമ്മൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും മാത്രമായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.